ഏവർക്കും ഉബുണ്ടു ചാലകത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICT 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ്, വെബ് പേജ് സ്റ്റൈലാക്കാം എന്നുള്ള പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ തുടക്കത്തിൽ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. 2 വെബ് പേജുകളുടെ ഡിസൈൻ മാതൃകയാണ്. 5.1 എന്നൊരു ചിത്രവും അതുപോലെ 5.2 എന്ന് മറ്റൊരു വെബ് പേജ് ഡിസൈൻ. ഇപ്പോൾ ഈ 2 മാതൃകകൾ കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് താഴെ ഒരു ടേബിൾ പൂരിപ്പിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങളുടെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം അതിൻ്റെ ടെക്സ്റ്റുകളൊന്ന് നോക്കാം. 1ാമത്തെ ചിത്രത്തിൽ ടെക്സ്റ്റുകൾക്കെല്ലാം ഒരേ നിറമാണ്, എല്ലാം കറുപ്പ് നിറത്തിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 2ാമത്തെ ചിത്രത്തിൽ ഓരോ ടെക്സ്റ്റുകൾക്കും വ്യത്യസ്ത നിറങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി 2ാമത്തേത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ആദ്യത്തെ ചിത്രത്തിൽ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ 2ാമത്തെ ചിത്രത്തിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകിയിട്ടുണ്ട്. മറ്റൊന്നാണ് ഹെഡിങ്ങുകൾ. ഇതിലെ ഹെഡിങ്ങുകൾ പ്രത്യേകിച്ച് ഒരു ഡിഫറൻറ്റ് സ്റ്റൈലായിട്ടാണ്, ഓരോന്നും ഓരോ വലിപ്പത്തിൽ, പ്രത്യേകമായ വലിപ്പത്തിൽ പല പല സ്റ്റൈലുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന വെൽക്കം ടു അവർ സ്കൂൾ ഷോപ്പ്, ഫീച്ചേർഡ് പ്രോഡക്റ്റ്, ഇതെല്ലാം ഒരേ ഭംഗിയിൽ ഒരേ വലിപ്പത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊന്നാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ആദ്യത്തെ ചിത്രത്തിൽ ഇമേജസ് അത്ര അട്രാക്റ്റീവായിട്ടല്ല നൽകിയിരിക്കുന്നത്. പക്ഷേ 2ാമത്തേതിൽ നോക്കിയാൽ നല്ല ഭംഗിയായി അതിന് കർവ്ഡൊക്കെ ആക്കിക്കൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ആ ചിത്രങ്ങൾക്ക് പ്രത്യേകമായ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ നൽകി ആകർഷകമായ രൂപത്തിലാണ് 2ാമത്തെ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊന്നാണ് പാരഗ്രാഫുകൾ. നോക്കിയാൽ പാരഗ്രാഫുകൾ അത്ര ഭംഗിയായിട്ടല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ 2ാമത്തെ ചിത്രത്തിൽ കുറേ കൂടി ഭംഗിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട 2 വെബ് പേജുകളുടെയും കോഡുകളാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ ചിത്രത്തിലുള്ള കോഡുകളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ 2ാമത്തെ ചിത്രത്തിൽ വെബ് പേജ് ആക്കുന്നതിന് കുറേ കൂടി കാര്യങ്ങൾ അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂടുതൽ ആകർഷകമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ കോഡുകൾ ഉള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഭംഗിയാക്കുന്നതിന് പിന്നിൽ സ്റ്റൈൽ കോഡുകൾക്കൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ സ്റ്റൈൽ കോഡുകൾ എങ്ങനെയാണ് നമുക്കൊന്നും കൂടി കണ്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10 എന്ന ഫോൾഡറിനുള്ളിൽ വെബ് ഡിസൈനിങ്ങിൽ 2 തരത്തിൽ നമ്മളിപ്പോൾ കണ്ട് പരിചയപ്പെട്ട 2 വെബ് പേജുകളുടെയും HTML ഫയൽ നൽകിയിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റൈൽ കോഡുകളൊന്നും ഉപയോഗിക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു HTML ആണ്. ഇത് ആ ഡിസൈനുകൾ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് അതിൻ്റെ കോഡുകളൊന്ന് പരിശോധിക്കാം. കോഡുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെബ് പേജിലേക്കാണ് തുറന്നു വരുന്നത്. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ ബേസിക് ആയിട്ടുള്ള ആ ഒരു വെബ് പേജ്. ഇനി ഇതിൻ്റെ ആ ഡിസൈൻ ചെയ്തിട്ടുള്ള വെബ് പേജ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെബ് ബ്രൗസറിലേക്കാണ് തുറന്നു വരിക. നമുക്കതിൻ്റെ കോഡുകൾ കാണുന്നതിന് വേണ്ടി ബ്രൗസറിൽ തുറന്നാൽ അതിൻ്റെ കോഡുകൾ കാണാൻ കഴിയില്ല. അതിൻ്റെ കോഡുകൾ കാണുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റൈറ്റ് ക്ലിക്കാണ് ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. അതിലെ ടെക്സ്റ്റ് എഡിറ്റർ. ഇനി അതിന് ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്റർ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കതിൻ്റെ കോഡുകൾ കാണാം. ഇതാണ് ആ ഒരു വെബ് പേജ് നിർമ്മിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള വെബ് പേജ് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കോഡ്. ഇനി നമുക്ക് ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു വെബ് പേജിൻ്റെ കോഡ് പരിശോധിക്കുന്നതിന് വൺ പ്രോഡക്റ്റ് ഡിസൈൻഡ് HTML എന്നുള്ളതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുക്കുന്നു. അതും ടെക്സ്റ്റ് എഡിറ്ററിൽ തന്നെയാണ് തുറക്കേണ്ടത്. ടെക്സ്റ്റ് എഡിറ്ററിൽ അത് ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ 2 വെബ് പേജുകളിലെയും കോഡുകൾ തുറന്നിട്ടുണ്ട്. ഈ വൺ പ്രോഡക്റ്റ് ബേസിക് HTML എന്നുള്ളത് ഇത് രണ്ടും ടെക്സ്റ്റ് എഡിറ്ററിൽ ഒന്നിച്ചാണ് തുറന്നു വരിക. അതുകൊണ്ട് നമുക്കിതിന് ഹെഡിങ്ങുകൾ നോക്കി അത് ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാം. ഈ വൺ പ്രോഡക്റ്റ് ബേസിക് HTMLൻ്റെ കോഡുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ആ പേജ് സ്റ്റൈലാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സ്റ്റൈൽ കോഡുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ 2ാമത്തെ ഈ വൺ പ്രോഡക്റ്റ് ഡിസൈൻഡ് HTML എന്നുള്ള ആ ഒരു വെബ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡീഷണലായിട്ട് കുറേ കണ്ടൻറ്റുകൾ, ടെക്സ്റ്റുകൾ ചേർത്തിരിക്കുന്നതാണ്. ഇവയാണ് സ്റ്റൈൽ കോഡുകൾ. ഇപ്പോൾ ഇത്തരത്തിലെ സ്റ്റൈൽ കോഡുകൾ ചേർത്തത് കൊണ്ടിട്ടാണ് ആ 2ാമത്തെ വെബ് പേജ് അത്ര ആകർഷകമായി ഭംഗിയായി നിൽക്കുന്നത്. ഈ ആകർഷകമായി നിൽക്കുന്ന, ഭംഗിയായി നിൽക്കുന്ന വെബ് പേജിൻ്റെ ഈ കണ്ടൻറ്റുകൾ വിശദമായിട്ട് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള ഒരു
ടേബിൾ തന്നിട്ടുണ്ട്, അത് പൂരിപ്പിക്കാനായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ടേബിൾ പൂരിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ H2 ഫീച്ചേർഡ് പ്രോഡക്റ്റ് എന്ന് കാണുന്ന ആ ടാഗ്, ആ എലമെൻറ്റിനുള്ളിൽ കാണുന്ന സ്റ്റൈൽ ഇതാണ്, സ്റ്റൈൽ കളർ. അതായത് ഈ H2 ഹെഡിങ്ങിൻ്റെ ഫ്യൂച്ചർ പ്രോഡക്റ്റ് എന്നുള്ള ഹെഡിങ് ഈ ഒരു കളറിൽ വരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ കോഡാണ് സ്റ്റൈൽ കളർ എന്നുള്ളത്. അതുപോലെ ഡിവിഷൻ എന്ന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന സ്റ്റൈൽ കോഡാണ് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ. മറ്റൊന്നാണ് H3 ഹെഡിങ് 3 എന്നുള്ള എലമെൻറ്റ്, ഹാൻഡ് മെയ്ഡ് സോപ്പോ എന്നുള്ള ആ ഒരു ഹെഡിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യണം. അതുപോലെ കളർ, ടെക്സ്റ്റിൻ്റെ കളർ എന്താണെന്നുള്ള ഒരു സ്റ്റൈൽ കോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മറ്റൊന്നാണ് പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ടാഗ്. അതിൻ്റെ ടാഗാണ് ഈ പിയിൽ തുടങ്ങി പിയിൽ അവസാനിച്ചിരിക്കുന്ന ആ ഒരു ടാഗ്. അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പേജിലേക്ക് പരിശോധിച്ചാൽ കാണാം, ഇതാണ് അവിടെ നൽകിയിരിക്കുന്ന ടാഗ്, ഇതാണ് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ കോഡുകൾ. ഇപ്പോൾ ഇവിടെ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നവയെല്ലാമാണ് അതിൻ്റെ സ്റ്റൈൽ കോഡുകൾ. ആ HTML ടാഗുകളും അതിൻ്റെ സ്റ്റൈൽ കോഡുകളുടെയും ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇവിടെ H2 സ്റ്റൈൽ കളർ എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു സെഷനിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഈ H2 എന്നുള്ളത് ടാഗാണ്. ഇതിനെ ഓപ്പണിംഗ് ടാഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ടാഗാണ്. ഇങ്ങനെ ഒരു സ്ലാഷ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് ക്ലോസിംഗ് ടാഗ് എന്നാണ്. ഇത് H2വിൻ്റെ ഓപ്പണിംഗ് ടാഗും ഇത് അതിൻ്റെ H2വിൻ്റെ ക്ലോസിംഗ് ടാഗുമാണ്. അപ്പോൾ ആദ്യം കാണുന്നതിൻ്റെ ടാഗാണ്. ടെക്സ്റ്റ് ബുക്കിലൊരു തെറ്റുകൊണ്ട് ഇതിൻ്റെ ക്ലോസിംഗ് ടാഗിൻ്റെ ഒരു സ്ലാഷ് നൽകിയിട്ടില്ല. അപ്പോൾ സ്ലാഷും കൂടി ചേർന്ന് വരുമ്പോഴാണ് ആ ഒരു ക്ലോസ്ഡ് ടാഗ് പൂർത്തിയാവുക. ഇനി ടാഗിന് ശേഷം കാണുന്നതാണ് സ്റ്റൈൽ. അത് ഈ H2 എങ്ങനെ ആയിരിക്കണം എന്നുള്ള പറയുന്നതിന് കൊണ്ടിട്ടാണ് അതിനെ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ടാഗിന് ശേഷം കാണുന്നതാണ് ആട്രിബ്യൂട്ട്. ഇനി ഈ സ്റ്റൈൽ ആട്രിബ്യൂട്ടിനുള്ളിൽ കാണുന്ന രണ്ട് ഭാഗങ്ങളാണ് പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂ. ഇപ്പോൾ കളർ ഏത് നിറമാണ് എന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വാല്യൂ ചേർക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും ഒരു ടേബിൾ പൂരിപ്പിക്കാനായിട്ടുണ്ട്. അതിനെ പൂരിപ്പിച്ചിട്ടുള്ള ഒരു ടേബിളാണിത്. നമുക്കിവിടെ കാണാം ടെക്സ്റ്റ് അലൈൻ എന്നുള്ള ഒരു സ്റ്റൈലിനുള്ളിൽ കാണുന്ന ഒരു പ്രോപ്പർട്ടി, അതിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ സെൻറ്റർ എന്നുള്ളതാണ്. ഈ സെൻറ്റർ വാല്യൂ മാറി വരാം, അത് ലെഫ്റ്റ് ആവാം, റൈറ്റ് ആവാം, സെൻറ്റർ ആവാം. ഇനി മറ്റൊന്നാണ് ഫോണ്ട് വെയ്റ്റ്. ഫോണ്ട് വെയ്റ്റ് എന്ന പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാല്യൂ ആണ് ബോൾഡ്. അത് ചിലപ്പോൾ ബോൾഡ് ആയിരിക്കാം, ഇറ്റാലിക് ആയിരിക്കാം, അതുപോലെ നോർമൽ ആയിരിക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന പ്രോപ്പർട്ടി, ആ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ കൊടുക്കുന്ന വാല്യൂ ആണ്. ഇത് ഏത് നിറത്തിലാണ് ആ ബാക്ക്ഗ്രൗണ്ട് കളർ വരേണ്ടതെന്ന് വേണ്ടിയിട്ടുള്ള വാല്യൂ ആണിത്. ഈ വാല്യൂ മാറി മാറി വരാം. ഇനി മറ്റൊന്നാണ് കളർ. അത് ഫോണ്ടിന് വേണ്ടിയിട്ടുള്ള, ഫോണ്ട് കളർ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സ്പെല്ലിങ് COLOR എന്നുള്ളതാണ്. യു ഇല്ലാതുള്ള സ്പെല്ലിങ്ങാണ് നമ്മൾ ടാഗിൽ ഉപയോഗിക്കുന്നത്. ഈ HTML CSSകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി കളർ എന്നുള്ളതിൻ്റെ വാല്യൂ ഈ കാണുന്ന നിറമാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വൺ പ്രോഡക്റ്റ് ഡിസൈൻഡ് HTML എന്നുള്ള ആ ഒരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിലവിൽ സോപ്പിൻ്റെ ഒരു ചിത്രം, സോപ്പിൻ്റെ വിലയുമാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു വെബ് പേജിലേക്ക് നോട്ട് ബുക്കിൻ്റെ ഒരു ചിത്രവും അതുപോലെ നോട്ട് ബുക്കിൻ്റെ വിലയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വെബ് പേജ് വിപുലമാക്കുക എന്നുള്ള ഒരു വർക്കാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പരിശോധിക്കാം. നമ്മൾ ഇതിനകം തന്നെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഈ വൺ പ്രോഡക്റ്റ് ബേസിക് HTML വൺ പ്രോഡക്റ്റ് ഡിസൈൻഡ് HTML എന്നുള്ളതും ഇതിനകം തുറന്നു തന്നെ വെച്ചിട്ടുണ്ട്. ഈ വൺ പ്രോഡക്റ്റ് ബേസിക് HTML നമുക്കിനി ആവശ്യമില്ലാത്തതിനാൽ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇത് ഓൾറെഡി തുറന്നിരിക്കുന്നതിനാൽ ഇതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫയലിലേക്ക് പോയി ഹോമിനുള്ളിലുള്ള സ്കൂൾ റിസോഴ്സസിനുള്ളിലെ ഈ ക്ലാസ് 10നുള്ളിൽ കാണുന്ന വെബ് ഡിസൈനിങ്ങിൻ്റെ ഉള്ളിലെ ഈ ഡിസൈൻഡ് HTML എന്നുള്ളതാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ് വഴി ടെക്സ്റ്റ് എഡിറ്റർ വഴി ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു നോട്ട് ബുക്കിൻ്റെ ചിത്രവും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായ ആകെ വരുത്തേണ്ട മാറ്റം, ഇപ്പോൾ ഇതിൽ നിലവിൽ സോപ്പുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റും ഡീറ്റെയിൽസും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ കോഡുകളൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും ഈ നോട്ട് ബുക്കിന് വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡിവിഷൻ സ്റ്റൈൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു ടാഗ് തുടങ്ങി ആ ഒരു ഡിവിഷൻ തീരുന്നത് വരെ, ആ സെക്ഷൻ തീരുന്നത് വരെയുള്ള ഭാഗങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടേക്കൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്, അടുത്ത വരിയിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഇതിലാകെ വരുത്തേണ്ട ഒരു മാറ്റം എന്നുള്ളത് ഈ ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നുള്ളത് നമുക്കത് മാറ്റി നോട്ട്ബുക്ക് എന്നുള്ളതാക്കി മാറ്റാം. അതുപോലെ ഈ ഇമേജിൻ്റെ പേര്, നോട്ട് ബുക്കിൻ്റെ ചിത്രമാണ് ഇതിന് വരേണ്ടത്, അതുകൊണ്ട് ആ ഒരു ഇമേജിൻ്റെ പേരും നമുക്ക് മാറ്റാം.
അതിനോടൊപ്പം തന്നെ ഇതിൽ 2 ചിത്രങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ നമ്മൾ ഈ ഒരു വെബ് പേജ് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ 2 ചിത്രങ്ങളും ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വീണ്ടും നമുക്ക് ഫയലിലെ ഹോമിലേക്ക് കടന്ന് ആ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഈ നോട്ട് ബുക്കും സോപ്പുമാണ് നമുക്ക് ആ ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 2 എണ്ണവും സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതൊന്ന് കോപ്പി എടുക്കുന്നു. ഇനി നമുക്ക് ഹോമിലെ നമ്മുടെ വർക്കുകളൊക്കെ തന്നെ സേവ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വർക്ക് 10ലേക്കാണ്. സ്റ്റുഡൻറ്റ് വർക്ക് 10ൽ വെബ് പേജ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ 2 ചിത്രങ്ങളും അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുന്നത്. ഈ പേജിൽ നമുക്ക് നോട്ട് ബുക്സ് എന്നുള്ള ആ ഒരു പേര് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഹെഡിങ് ആയിട്ട് വരേണ്ട പേര് നേരത്തെ ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നുള്ളതായിരുന്നു, അത് നമ്മൾ നോട്ട് ബുക്ക് എന്നുള്ളത് മാറ്റി. അതുപോലെ ഇവിടെ ചേർക്കേണ്ട ഇമേജിൻ്റെ പേര് നമ്മൾ ആ ഫോൾഡറിൽ കാണുന്ന അതേ പേര് തന്നെ, നോട്ട് ബുക്സ് എന്നുള്ള ആ പേര് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. സ്പെല്ലിങ്ങുകളൊന്നും തന്നെ തെറ്റാതെ ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ പേരുകൾ തന്നെ. അതിനൊരു എളുപ്പ വഴിയാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റീനെയിം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൻ്റെ പേര് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഇമേജ് സെർച്ച് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് ചേർക്കാനായിട്ട് കഴിയും. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. ഈ 3 ഡാഷിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവിൽ ക്ലിക്ക് ചെയ്തത് ഓൾറെഡി നമ്മൾ എടുത്തൊരു ഫയലാണ്. നമ്മുടെ പേരിലേക്ക്, നമ്മുടെ ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സേവ് ആസ് ഉപയോഗിക്കുന്നത്. സേവ് ആസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമിലെ സ്റ്റുഡൻറ്റ് വർക്ക് 10 എന്ന ആ ഫോൾഡറിനുള്ള വെബ് പേജിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ 1 പ്രോഡക്റ്റ് ഡിസൈൻഡ് പേരൊന്ന് മാറ്റുകയാണ്. 1 പ്രോഡക്റ്റ് എന്നുള്ളത് 2 പ്രോഡക്റ്റ് എന്നൊന്ന് മാറ്റി. ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഒരു സൗകര്യത്തിന് 2 പ്രോഡക്റ്റ് എന്നുള്ള പേര് നൽകിയെന്നുള്ളൂ. അതിന് ശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇനി സേവ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് ആ ഒരു ഫോൾഡറിലേക്ക് ഒന്ന് കടന്നതിന് ശേഷം നമുക്കിവിടെ കാണാം ആ സ്റ്റുഡൻറ്റ് വർക്ക് 10ലെ വെബ് പേജിലുള്ള ഫോൾഡറിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത ഒരു വർക്ക് സേവ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് വെബ് ബ്രൗസറിൽ തുറന്നു വരിക. നമുക്ക് കാണാം ഇപ്പോൾ 2 പ്രോഡക്റ്റും അവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നുള്ള ആ ഒരു ചിത്രവും അതിൻ്റെ ഒരു ടെക്സ്റ്റും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെയും ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്ത സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഈ കോഡുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ 2 പ്രോഡക്റ്റുകളാണ് നാം ചേർത്തത്, നോട്ട് ബുക്കും അതുപോലെ സോപ്പ്. ഈ 2 പ്രോഡക്റ്റ് ചേർത്തപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കോഡുകൾ ചേർക്കേണ്ടതായിട്ട് വന്നു. ഈ ഡിവിഷൻ എന്നുള്ളത് ടാഗ് 2 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ H3 എന്നുള്ളത് 2 തവണ ആവർത്തിച്ചു വരുന്നു. ഈ പാരഗ്രാഫിൻ്റെ ടാഗ് 2 തവണ ആവർത്തിച്ചു വരുന്നു. ഇത്തരത്തിൽ വളരെയധികം പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തേണ്ടി വന്നാൽ അത്രയും തന്നെ ഈ ടാഗുകളും അതിൻ്റെ സ്റ്റൈലുകളും ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതൊന്ന് തിരുത്തണം എന്നെങ്കിൽ ഈ ഓരോ ലൈനുകളും പരിശോധിച്ച് തിരുത്തേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രയാസമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ ഈ ആവർത്തിച്ചു വരുന്ന ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി പുതുതായി കൊണ്ടുവന്ന ഒന്നാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ എന്നുള്ളത്. എന്താണ് ഇൻറ്റേർണൽ സ്റ്റൈൽ എന്നുള്ളത് പരിശോധിക്കാം. ഇൻറ്റേർണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്നുള്ളത് ഈ ഓരോ വരിയിലും ചേർത്തിരിക്കുന്ന ആ സ്റ്റൈലുകൾ ആവർത്തിച്ച് വരുന്നതിന് പകരം ഇത് HTML ടാഗിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഹെഡിന് ഉള്ളിലായി ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇൻറ്റേർണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ. അപ്പോൾ അതെങ്ങനെയാണ് ഇൻറ്റേർണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗപ്പെടുത്തി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫയലിനെ ഇൻറ്റേർണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫയലിനുള്ളിൽ സ്റ്റുഡൻറ്റ് വർക്ക് 10ൽ വെബ് പേജിൽ 2 പ്രോഡക്റ്റ് ഡിസൈൻ HTML എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ വഴി ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. അത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പണായി വരുന്നു. ഈ ടെക്സ്റ്റ് എഡിറ്ററിൽ ഈ ഓപ്പണായി വന്നിരിക്കുന്ന ഇത് ഓരോ വരികളിൽ ചേർത്തിരിക്കുന്നത് ഈ ആവർത്തിച്ച് വരുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റേർണൽ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതിനാദ്യമായി ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും സ്റ്റൈലുകൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പാരഗ്രാഫിൻ്റെ ഒരു സ്റ്റൈൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് P എന്ന ടാഗ് മാത്രമാകുന്നു. ഈ ഇമേജ് SRC എന്നുള്ളത് ആ ഒരു സോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഫയലിൻ്റെ സോഴ്സാണ്. അതുകൊണ്ട് IMGയുമായി ബന്ധപ്പെട്ട കോഡുകളൊന്നും മാറ്റം വരുത്തരുത്. ഈ ഓരോ ടാഗിന് ശേഷം വരുന്ന ഈ സ്റ്റൈലുകളാണ് എല്ലാത്തിൻ്റെയും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സേവ് ചെയ്ത 2 പ്രോഡക്റ്റ് ഡിസൈൻ HTML എന്നുള്ള ആ ഫയലിൽ
ഓരോ ടാഗിൻ്റെയും സ്റ്റൈലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇൻലൈൻ വഴി ഓരോ വരിയിൽ ചേർത്തതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ ഇത് സ്റ്റൈൽ നമ്മൾ ചേർക്കുകയാണ്. ടാഗുകൾ നമ്മൾ ചേർക്കുകയാണ്. HTML ഓപ്പൺ ചെയ്യുന്നു, ഹെഡ് ഓപ്പൺ ചെയ്യുന്നു, ടൈറ്റിൽ ഓപ്പൺ ചെയ്ത് ടൈറ്റിലെ പേര് നൽകുന്നു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഈ സ്റ്റൈൽ ഓപ്പൺ ചെയ്തു. ഈ സ്റ്റൈലിന് ശേഷമാണ് നമ്മൾ ഓരോ വരിയിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഒരു തവണ മാത്രം ഈ സ്റ്റൈലിനുള്ളിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. കൊടുക്കേണ്ട സ്റ്റൈൽ എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇതേ മാതൃകയിൽ നമ്മൾ ആ ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് ഇതേ മാതൃകയിൽ ഈ സ്റ്റൈലുകളെല്ലാം തന്നെ ചേർക്കും. ഈ സ്റ്റൈല് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് താഴേക്ക് ആ സ്റ്റൈലുകളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി. അപ്പോൾ ഇത്രയും സ്റ്റൈലുകളാണ് നമ്മൾ ചേർത്ത്. H1, H2, H3 പാരഗ്രാഫ് ഡിവിഷൻ, ഇത്രയും സ്റ്റൈലുകൾ നമ്മൾ ചേർത്തു. അതിനുശേഷം ഇനി സ്റ്റൈൽ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസിംഗ് ടാഗ് കൊടുത്തുകൊണ്ട് സ്റ്റൈൽ ക്ലോസ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ നേരത്തെ ചെയ്ത ടു പ്രോഡക്റ്റിൻ്റെ അതേ കോഡുകൾ തന്നെയാണ്. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. ഈ മാറ്റം വരുത്തിയിട്ടുള്ള ഈ HTML ഫയൽ നമ്മൾ മറ്റൊരു പേരിൽ സേവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ നെയിം എന്ന ഭാഗത്ത് നമുക്ക് സ്കൂൾ ഷോപ്പ് ഇൻറ്റേർണൽ calcs.html എന്ന പേരിൽ സ്റ്റുഡൻറ്റ് വർക്ക് 10ലേക്ക് തന്നെ ഇവിടെ കാണാം. ഹോമിലെ സ്റ്റുഡൻറ്റ് വർക്ക് 10 അതിലെ വെബ് പേജ് എന്ന ഫോൾഡറിലേക്കാണ് ഇനി സേവ് ആവുന്നത്. അതിനുശേഷം നമ്മളിവിടെ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആ സേവ് ചെയ്ത ആ ഭാഗത്തേക്കൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത ഫയലിലെ സ്റ്റുഡൻറ്റ് വർക്ക് 10ലെ വെബ് പേജിലേക്കാണ് നമ്മൾ പുതിയ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള ഒരു പേരിൽ സേവ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫയലൊന്ന് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ ഒരു മെച്ചം. ആവർത്തിക്കാതെ വളരെ വേഗത്തിൽ നമുക്ക് വെബ് പേജുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ നൽകിയിട്ടുണ്ട്. ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈലും അതുപോലെ ഇൻറ്റേർണൽ കാസ്കേഡിംഗ് സ്റ്റൈലും. ഇൻറ്റേർണൽ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അധികം ടാഗുകൾ ആവർത്തിച്ചു വരാത്ത തരത്തിൽ സിമ്പിളായി ഷോർട്ടറായി ചെയ്യാവുന്നതാണ്. പക്ഷേ ഇൻലൈൻ എന്നുള്ളത് ഓരോ ടാഗിനും പ്രത്യേകമായി സ്റ്റൈൽ നൽകണം. അതുപോലെ കോഡുകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. പക്ഷേ ഇൻറ്റേർണൽ വളരെ സിമ്പിളായി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഇൻലൈൻ കോഡ് കുറേ കൂടി ലോങ് ആവുന്നു. ഓരോ പ്രോഡക്റ്റിനും അനുസരിച്ചും ഓരോ ടാഗുകൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കോഡ് ലോങ് ആവുന്നു. പക്ഷേ ഇൻറ്റേർണലിനെ സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി മറ്റൊരു പേജിലേക്ക് നമുക്ക് വരാം. ഇത് സ്കൂൾ വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേജാണ്. വിക്കിപീഡിയയുടെ ഒരു പേജാണ്. ഈ വിക്കിപീഡിയയുടെ ഏത് പേജ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ലേ ഔട്ട് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഒരു കണ്ടൻസ് ഇതെല്ലാം തന്നെ ഒരേ മാതൃകയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു 4-5 പേജ് തയ്യാറാക്കുകയാണെങ്കിൽ ഈ 5 പേജുകളും ഒരേ മാതൃകയിൽ തന്നെ വരുന്നതിന് വേണ്ടി സഹായിക്കുന്ന മറ്റൊരു സ്റ്റൈൽ ഷീറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരേപോലുള്ള പേജുകൾ വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകൾ. എങ്ങനെയാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പേജുകൾ തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ ഫയലിലേക്ക് പോകുന്നു. ഫയലിലെ ഹോമിൽ നേരത്തെ സേവ് ചെയ്ത സ്റ്റുഡൻറ്റ് വർക്ക് 10ലെ വെബ് പേജിനുള്ളിൽ സേവ് ചെയ്തിരിക്കുന്ന ഈ സ്കൂൾ ഷോപ്സ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള ഈ ഒരു HTML ഫയൽ അത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുകയാണ്. ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പണായി വരുന്നു. ഇനി അതിനുശേഷം ഈ സ്റ്റൈലിന് ഉള്ളിൽ നൽകിയിരിക്കുന്ന ഈ മുഴുവൻ സ്റ്റൈലുകളെയും സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നും അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ആ കട്ട് ചെയ്ത് എടുത്ത ആ ഒരു സ്റ്റൈല് മറ്റൊരു ഫയലാക്കി നമ്മൾ മാറ്റുകയാണ്. അതിനുവേണ്ടി ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മറ്റൊരു ഡോക്യുമെൻ്റ് ഓപ്പണായി വരുന്നു. അൺടൈറ്റിൽഡ് എന്ന പേരിൽ ഇതിലേക്ക് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫയലിൽ അതിൻ്റെ സ്റ്റൈല് മാത്രമാണ് ഉള്ളത്. ഇനി ഇതിന് ശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ന്യൂ എന്ന പേര് നൽകുകയാണ്. ന്യൂ എന്ന പേര് നൽകിയതിന് ശേഷം .css എന്ന് ചേർക്കുന്നു. നേരത്തെ നമ്മൾ HTML എന്നാണ് ചേർത്തത്. ഇത് സ്റ്റൈൽ ഷീറ്റ് മാത്രമായ ഒരു ഫയലാക്കി മാറ്റുന്നതുകൊണ്ട് .css എന്ന് നൽകുന്നു. അതിനുശേഷം ഇത് സേവ് ചെയ്യുന്നത് ആ ഒരു ഹോമിനുള്ളിൽ സ്റ്റുഡൻറ്റ് വർക്ക് 10ലെ വെബ് പേജിലേക്ക് തന്നെയാണ് ഇത് സേവ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത ആ പേജിലേക്ക് തന്നെ ആ ഒരു ഫയലിലേക്ക് തന്നെ തിരികെ വരുന്നു. സ്കൂൾ ഷോപ്പ് എന്നുള്ളതിൽ അതിൽ സ്റ്റൈൽ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ സ്റ്റൈലും നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. പകരമായി നമ്മളിവിടേക്ക് ഒരു ലിങ്ക് ആ നിർമ്മിച്ചിരിക്കുന്ന ആ സ്റ്റൈൽ ഷീറ്റുമായിട്ടൊരു ലിങ്ക് മാത്രമാണ് ഇവിടെ നൽകുന്നത്. അവിടേക്ക്
ലിങ്ക് റിലേ സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് CSS HREF എന്ന് ടൈപ്പിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു CSS ഫയലിൻ്റെ പേരാണ് HREFന് ശേഷം ലിങ്ക് ആയിട്ട് നൽകുന്നത്. അങ്ങനെ ലിങ്ക് ആയി മാത്രം നൽകിയതിന് ശേഷം ഇവിടെ മറ്റൊന്നും തന്നെ സ്റ്റൈലുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ നമ്മളിവിടെ ചേർത്തിട്ടില്ല. അതിനുശേഷം ഇതിനെ മറ്റൊരു പേരിലൊന്ന് സേവ് ചെയ്യാം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അതേ ഫോൾഡറിലേക്ക് വെബ് പേജ് എന്ന ആ ഫോൾഡറിലേക്ക് തന്നെ എക്സ്റ്റേണൽ എന്ന പേരിൽ external.html എന്ന പേരിൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ആ ഫോൾഡർ തുറന്ന് ഈ external HTML എന്നുള്ള ആ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കിപ്പോൾ കാണാം നേരത്തെ ചെയ്ത അതേ പ്രത്യേകതകൾ തന്നെ, അതേ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ 2 തരത്തിലുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഒരു പേജിൽ വരുന്നതിനെ സംബന്ധിച്ച് പറയുന്നു. ഇവിടെ ഇൻ ലൈനിൽ ആ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫുമായി സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ 2 എണ്ണവും ഒരേ പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഏതിനാണ് പ്രയോറിറ്റി എന്നുള്ളതാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രയോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് കാണാം. ഒരു പേജിൽ എക്സ്റ്റേണൽ സ്റ്റൈലും ഇൻറ്റേർണൽ സ്റ്റൈലും ഇൻലൈൻ സ്റ്റൈലും ഉണ്ടെങ്കിൽ ആദ്യം വർക്ക് ചെയ്യുക ഇൻലൈൻ സ്റ്റൈലായിരിക്കും, അതിനുശേഷം ഇൻറ്റേർണൽ സ്റ്റൈലായിരിക്കും, അതിനുശേഷമാണ് എക്സ്റ്റേണൽ സ്റ്റൈലുമായി ബന്ധപ്പെട്ടുള്ളത്. ചില സാഹചര്യങ്ങളിൽ പാരഗ്രാഫിന് ഈ എക്സ്റ്റേണൽ സ്റ്റൈലിലോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റൈലിലോ അല്ലാത്ത പ്രത്യേകമായി ഏതെങ്കിലും ഒരു പാരഗ്രാഫിന് നമുക്ക് ഫീച്ചേഴ്സ് കൊടുക്കണമെങ്കിൽ ഇൻലൈൻ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെച്ചം. ഇതോടുകൂടി ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.